ശരി മോളെ, പെട്ടെന്ന് റെഡിയാവാൻ പറ. അമ്പലത്തിലേക്ക് പോണം. ശരി, പറയാമേ. ഈശ്വര, ഞാൻ ആഗ്രഹിച്ചതുപോലെ സുന്ദരിയായ വിദ്യാഭ്യാസമുള്ളൊരു മരുമകളെ തന്നു. അതുപോലെ തന്നെ അടുത്ത വർഷം ഞങ്ങളുടെ വീട്ടിൽ ഒരു പേരക്കുട്ടി ഉണ്ടാവണം. ഈശ്വര, അതിന് നീ തന്നെ അനുഗ്രഹിക്കണം. സ്വപ്നായിരുന്നോ? ഇപ്പൊ തുടങ്ങിയാലുണ്ടല്ലോ, വെളുക്കും വരെ തൃശ്ശൂർ പൂരമായിരിക്കും. ഓക്കെ. ചേട്ടാ, എന്താ ഇത്? മദ്യത്തിന്റെ മണം വരുന്നുണ്ടല്ലോ. വീട് കള്ളുടിച്ചിട്ടുണ്ടോ? ചേട്ടാ, വീട് മാറങ്ങോട്ട്. അയ്യോ, എന്തായി കാണിക്കുന്നത്? മാറങ്ങോട്ട്. എന്റെ കൈ വേദനിക്കുന്നു. വീട് ചേട്ടാ, ചേട്ടാ, എന്ത് പറ്റി? ചേട്ടാ, 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 എഴുന്നേക്ക്. ചേട്ടാ, അമ്മേ, അമ്മ ഒന്ന് വേഗം വാ. വരണം ഡോക്ടർ, വരണം. ഗുഡ് മോർണിംഗ്. ആ ഫയലിംഗ് തന്നെ. ഇതാ ഡോക്ടർ. എല്ലാ റിപ്പോർട്ട്സും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ.
ഇരിക്കൂ. ഡോക്ടർ, നിങ്ങളാണ് എന്റെ മോനെ രക്ഷിക്കേണ്ടത്. ഇരിക്കൂ. പറയൂ, എന്തുണ്ടായി? ഡോക്ടർ, കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂ. ഇന്നലെ പോലും ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇതുവരെ എന്റെ മോൻ സുഖമില്ലാന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് വന്നിട്ടേയില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം നിങ്ങൾ തന്നെ പറയണം. വിഷമിക്കണ്ട, പ്ലീസ്. നിങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇവരോട് സംസാരിച്ചിട്ട് വിളിക്കാം. ശരി. ശരി ഡോക്ടർ. കരയാതെ പറ മോളെ. ദേ നോക്കി, നീ എന്താ നടന്നതെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. പറയൂ. ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് തലവേദനിക്കുന്നു, സോറി എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം രാത്രി പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും ചെയ്തു. രാജേഷിന്റെ പേരൻസിനെ വരാൻ പറയൂ. നിങ്ങളെ ഡോക്ടർ വരാൻ പറഞ്ഞു. നിങ്ങളുടെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു ഡോക്ടറായി എനിക്ക് നിങ്ങളോടത് പറഞ്ഞേ മതിയാകൂ. രാജേഷിന്റെ ഞരമ്പുകൾ മുഴുവൻ വല്ലാതെ ഡാമേജ് ആയിരിക്കാം. എന്റെ മോനെ എങ്ങനെയെങ്കിലും നിങ്ങൾ തന്നെ രക്ഷിക്കണം ഡോക്ടർ. പ്രയാസപ്പെടാതിരിക്കെ. ഒരു ഡോക്ടറായി എനിക്ക് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്ത് അവനെ തീർച്ചയായും രക്ഷിക്കാൻ കഴിയും. അതിനൊക്കെ പുറമേ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. ഡോക്ടർ, നിങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. ബാക്കി ദൈവത്തിന്റെ കയ്യിലാ. നിങ്ങൾ പോയിട്ട് വരൂ. ശരി ഡോക്ടർ. പോയിട്ട് വരാം ഡോക്ടർ.